ഹലോ കുട്ടികളെ, ഇന്ന് നമുക്ക് ആട്ടിടയ ബാലന്റെയും പുലിയുടെയും കഥ കേട്ടാലോ? അപ്പോൾ കഥയുടെ പേരാണ് പുലി വരുന്നേ പുലി. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? പണ്ട് പണ്ട് അങ്ങ് ദൂരെ കാടിനടുത്ത് ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. കാടിനോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്യജീവി ആക്രമണം നേരിട്ടിരുന്നു. ഒരു കുഞ്ഞു ഗ്രാമമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഗ്രാമവാസികളെല്ലാം പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ആണ് ജീവിച്ചു പോന്നിരുന്നത്. അവിടെ ഒരു ആട്ടിടയ ബാലൻ ഉണ്ടായിരുന്നു. പൊതുവെ വികൃതിക്കാരനായിരുന്ന അവൻ. പക്ഷേ അവൻ തന്റെ ആടുകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൻ എന്നും രാവിലെ തന്റെ ആടുകളുമായി കുന്നിൻ ചെരുവിലേക്ക് പോകുമായിരുന്നു. ആടുകളെ മേയാൻ വിട്ട ശേഷം കുന്നിൻ മുകളിൽ കയറിയിരുന്ന് തന്റെ ഗ്രാമത്തിന്റെ ഭംഗി ആസ്വദിക്കുകയായിരുന്നു അവന്റെ പ്രധാന വിനോദം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനൊരു വികൃതി തോന്നി. അവൻ ഗ്രാമവാസികൾ കേൾക്കെ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് ഉറക്കെ വിളിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഗ്രാമവാസികളെല്ലാം കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കുന്നിൻ മുകളിലേക്ക് ഓടി വന്നു. ഗ്രാമവാസികളെ കണ്ട ബാലൻ പൊട്ടി പൊട്ടി ചിരിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമവാസികൾക്ക് ബാലൻ അവരെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായത്. ഗ്രാമവാസികൾക്ക് അവനോട് ദേഷ്യം തോന്നി. പക്ഷേ അവർ ഒന്നും മിണ്ടാതെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ നാളുകളേറെ കഴിഞ്ഞു. പതിവ് പോലെ ആട്ടിടയ ബാലൻ അന്നും തന്റെ ആടുകളുമായി കുന്നിൻ മുകളിൽ എത്തി. നന്നെ ക്ഷീണിതനായ ബാലൻ തന്റെ ആടുകളെ മേയാൻ വിട്ടതിനു ശേഷം അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഉറക്കത്തിലേക്ക് വഴുതി വീണ അവൻ പെട്ടെന്ന് തന്നെ തന്റെ ആടുകളുടെ കരച്ചിൽ കേട്ട് ഉണർന്നു. നോക്കുമ്പോൾ അതാ ഒരു പുലി. പേടിച്ചു വിറച്ച അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിക്കാൻ തുടങ്ങി. നാട്ടുകാരെ, ഓടി വരുവിൻ, എന്റെ ആടുകളെ ഇതാ പുലി പിടിക്കുന്നേ, പുലി പുലി, അയ്യോ രക്ഷിക്കണേ. ഗ്രാമവാസികളെല്ലാം ബാലന്റെ കരച്ചിൽ കേട്ടു. എങ്കിലും അവൻ വീണ്ടും തങ്ങളെ പറ്റിക്കുകയാണെന്ന് കരുതി അവരാരും തന്നെ അവന്റെ സഹായത്തിനായി എത്തിയില്ല. പുലിയാകട്ടെ വിശപ്പ് മാറുന്നത് വരെ അവന്റെ ആടുകളെ പിടിച്ചു തിന്നു. കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനല്ലാതെ അവന് മറ്റൊന്നും കഴിഞ്ഞില്ല. അതോടുകൂടി തമാശയ്ക്ക് പോലും കള്ളം പറയരുതെന്ന പാഠം അവൻ പഠിച്ചു. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.